ആ ഒരു സീൻ എനിക്ക് നല്ലപോലെ എന്നെ കരയിച്ച്. പടം അടിപൊളി പടമാണ്, അടിപൊളി പടമാണ്, ഇരുന്ന് കാണാം. ഫാമിലി ഓഡിയൻസ് ത്രില്ലിങ് ഇരുന്ന് കണ്ടോ, വാ എല്ലാരും വാ. പിന്നെ വൈബ് പടം നല്ലൊരു പടമാണ്. കൊണ്ടുപോകും. ഈ വെളിനാട്ടിലുള്ള ഇത് വെച്ചിട്ട് നല്ല ഇതാണ്, കൊള്ളാം, നല്ല ഇതാണ്. നല്ല ഇതാണ്, കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടമാണ്, ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാം. കൊള്ളാം, അടിപൊളി. അത്രക്കില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലയാ. എന്തോ ഇല്ല, നല്ലയാ, അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട്. ഇല്ല, സീരിയസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ല് മൂവി വന്നതാണ്. ത്രില്ലർ മൂവി കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് കരയിച്ച്. സെക്കൻഡ് ഹാഫ് കരഞ്ഞുപോയി. കാരണം വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു സീൻ എനിക്ക് നല്ലപോലെ എന്നെ കരയിച്ച്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ടോനോടൊരു സിനിമ കണ്ടതാണ്. എൻ്റെ ഉമ്മാനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതേ ഉമ്മാനെ തേടി വരുന്നത്. അതായത് കേരളത്തിൽ നിന്നും ഒരു പെൺകുട്ടി അറബി രാജ്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെ ഉമ്മ കണ്ടുപിടിക്കുന്ന ഒരു സീനാണ് കഥ. ഇത് വളരെ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പുതിയ എല്ലാ ആക്ടറാണ്, നല്ല ഡയറക്ഷൻ. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പക്ഷെ സെക്കൻഡ് ഹാഫ് കരയിപ്പിച്ച്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കണ്ട പടം. ത്രില്ലിങ് 10 കൊടുക്കും. കാരണം സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. എനിക്ക് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല പടമാണ്, സർവൈവൽ ത്രില്ലറാണ്. അത്യാവശ്യം കണ്ടിരിക്കാം, ബോറടിയൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഡ്യൂറേഷൻ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് നമ്മളെ അത്യാവശ്യം ഗ്രിപ്പിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ആക്ടേഴ്സൊക്കെ കൊള്ളാം. ലാഗായിട്ടൊന്നും ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് മേക്കപ്പ് ചെയ്തെടുത്തു. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അധികം കണ്ടിട്ടില്ല, മരുഭൂമിയാണ്. മലയാളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. വർത്താണ്, കുഴപ്പമില്ല.